സ്നേഹമുള്ള കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഏവർക്കും മരണത്തെയും പാതാളത്തെയും ജയിച്ച് വിജയശ്രീലീളനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നല്ലൊരു ഉയർപ്പിൻ ദിനാശംസകൾ ആശംസിച്ചു കൊള്ളട്ടെ. യേശുക്രിസ്തുവിന്റെ ജനനവും ജീവിതവും ക്രൂശുമരണവും പുനരുത്ഥാനവുമെല്ലാം അനേക വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രവചിച്ചതുപോലെ, പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ ഒരു ചരിത്ര സംഭവമായി, ആർക്കും നിഷേധിക്കാനാവാത്ത ചരിത്ര സംഭവമായി നിലനിൽക്കുകയാണ്. അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ്. പ്രിയമുള്ളവർ, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 14-ാം വാക്യത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്നുള്ളതാണ്. ഉയർത്ത കർത്താവിനോടുള്ള ആ അഭേദ്യമായുള്ള ബന്ധമാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണം. നന്മയും സത്യത്തെയും ഒരു തിന്മയ്ക്കും അധിക നാൾ പിടിച്ചു നിർത്തുവാൻ സാധിക്കുകയില്ലെന്നും അതിന് 3 ദിവസത്തിന്റെ ആയുസേ ഉള്ളൂന്നും 3-ാം നാളിന്റെ പൊൻപുലരിയിൽ സത്യം ഏത് പ്രതിസന്ധികളെയും പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരും എന്നുള്ള അടിസ്ഥാന പ്രമാണമാണ് ഈസ്റ്ററിന്റെ സുദിനം നമുക്ക് നൽകുന്ന സന്ദേശം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 18-ാം വാക്യത്തില് യേശുക്രിസ്തു തന്നെ പറയുന്നു, എനിക്ക് ജീവനെ കൊടുക്കുവാനും അത് തിരികെ പ്രാപിക്കുവാനുമുള്ള അധികാരമുണ്ട് എന്നുള്ളത്. ആ ദൈവികമായിട്ടുള്ള ആ അനുഭവം തിരികെ പ്രാപിച്ചുകൊണ്ടുള്ള ആത്മാവിന്റെ ശക്തിയാൽ ആ ജീവനെ തിരികെ പ്രാപിച്ചുകൊണ്ട് യേശുക്രിസ്തു വിജയശ്രീലാളിതനായി ഉത്ഥാനം ചെയ്തതിന്റെ ആ ഒരു നല്ല സുദിനത്തിനാണല്ലോ നാം ആയിരിക്കുന്നത്. ഏവർക്കും ഈ ഒരു ഈസ്റ്ററിന്റെ നല്ല സുദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ചില ധ്യാനം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഒന്നാമതായി, നിത്യജീവന്റെ ആഘോഷമാണ് പുനരുത്ഥാനം അഥവാ ഈസ്റ്റർ എന്ന് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 25-ൽ യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തുവിനോടൊപ്പം നിത്യകാലം ജീവിക്കുന്നതിനുള്ള, വാഴുന്നതിനുള്ള അവസരമാണ് യേശുക്രിസ്തു പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിൽ കൂടി ലോകത്തിൽ വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവും നിത്യജീവന്റെ ഒരു ആഘോഷമാണ്. ഓരോ വിശ്വാസിയും അതിന്റെ ആത്യന്തികമായുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യജീവനാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിലെ നല്ല ഇടയനായ യേശുക്രിസ്തു ജീവൻ ഉണ്ടാകുവാനും നിങ്ങൾക്ക് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. നമ്മുടെ സമൃദ്ധിയായിട്ടുള്ള ജീവനാണ്, അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അത് കരസ്ഥമാക്കുവാൻ, അത് നൽകുവാനാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന ആ നിത്യജീവൻ ആ പുനരുത്ഥാനത്തിലൂടെ യേശുക്രിസ്തു നമുക്ക് വെളിവാക്കി തന്നു. നമുക്ക് ഏവർക്കും ആ നിത്യജീവന്റെ അനുഭവം സ്വായത്തമാക്കുവാൻ, നമ്മുടെ ജീവിതത്തെ തന്നെ യേശുക്രിസ്തുവിന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ ഈ ഒരു ഈസ്റ്റർ ദിനം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായി, പ്രത്യാശയിലേക്കുള്ള ഉണർവാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശം. ഗുരുവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം ശിഷ്യന്മാർക്ക് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കും, ഭയത്തിൽ നിന്ന് ധൈര്യത്തിലേക്കും, അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കും നയിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാം തീർന്നു, എല്ലാം നശിച്ചു, ഇനി ആശയ്ക്ക് വകയില്ല എന്നുള്ള സാഹചര്യത്തിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ്, വിജയത്തിന്റെ ആഹ്ലാദത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ഈസ്റ്ററിന്റെ സന്ദേശം. ഹെസ്കൽ പ്രവാചകന്റെ ദർശനം അത് നമുക്ക് വെളിവാക്കി തരുന്നു. പ്രിയമുള്ളവരെ, ഉണങ്ങിയ അസ്ഥികളുടെ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ ഒരു സാധ്യതയുമില്ലായിരുന്ന അസ്ഥികളുടെ മേൽ മാംസവും രക്തവും ജീവനും വന്നു ചേർന്നു ഒരു വലിയ സൈന്യമായി തീർന്നു. ആ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിൽ, രോഗത്തിന്റെയും കഷ്ടത്തിന്റെയും എല്ലാം തകർന്ന് തരിപ്പണമായി ഒന്നുമിനി സാധിക്കുകയില്ല എന്ന് പറയുന്ന ആ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യങ്ങൾ, നിരാശയുടെ അടിത്തട്ടിലായിരിക്കുമ്പോൾ ഈസ്റ്ററിന്റെ സുദിനം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഈസ്റ്ററിന്റെ പുനരുത്ഥാന ശക്തിയാൽ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവം, വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഈസ്റ്റർ ആ സുദിനം നമ്മോട് പറയുന്ന ആ ഒരു നല്ല സന്ദേശം എന്ന് പറയുന്നത്, ഒന്നിന്റെയും അവസാനമല്ല, ഇനിയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുൻകിരണങ്ങളുണ്ട്. അതൊരു പക്ഷേ 3-ാം നാളിന്റെ പ്രത്യാശയുടെ അനുഭവമാണ്. ആ 3-ാം നാൾ വരെ ക്ഷമയോട് കാത്തിരുന്നു കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം നമുക്കിടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്ന് ഈ ഒരു ഈസ്റ്റർ സന്ദേശം നമ്മോട് വിളിച്ചു പറയുകയാണ്. അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും ദിശാബോധവും ധൈര്യവും നമുക്ക് ഈ ഒരു ഈസ്റ്റർ സുദിനം നമുക്ക് നൽകട്ടെ. മൂന്നാമതായി, ഈസ്റ്റർ എന്ന് പറയുന്ന രക്ഷയുടെ വിജയാഘോഷമാണ്. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം ക്രിസ്തീയ ശിഷ്യന്മാർക്ക് ഒരു പുതിയ ഉണർവ്, ഒരു ഉൾക്കാഴ്ച നൽകി എന്നുള്ളതാണ്. അതുവരെ കണ്ടിട്ടുള്ള യേശുക്രിസ്തുവിനെ അല്ല പിന്നീട് അവർ ദർശിച്ചത്. ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ അവർ ദർശിക്കുകയുണ്ടായി. പലപ്പോഴും അത്ഭുതനായ യേശുക്രിസ്തുവിന്റെ സാമീപ്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. മറിയയെ പോലെ തോട്ടക്കാരനായി മിമോസിലേക്ക് പോയ ശിഷ്യന്മാര് അപരിചിതനായും യേശുക്രിസ്തുവിനെ കണ്ടതുപോലെ യേശുക്രിസ്തുവിനെ നാം മങ്ങിയ വിശ്വാസത്തിന്റെ കാഴ്ചകൾ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദർശിക്കാനാകുക. ജീവിതത്തിലെ ആ മങ്ങിയ വിശ്വാസം മാറ്റി ഒരു ഉറപ്പോടുകൂടിയ വിശ്വാസത്തോടുകൂടി യേശുക്രിസ്തുവിനെ നമുക്ക് ദർശിക്കുവാനായി സാധിക്കണം. ആ പത്രോസും മറ്റ് ശിഷ്യനും കടന്നു പോയപ്പോൾ കണ്ടു വിശ്വസിച്ചു എന്നാണ് അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള മൂലഭാഷയിൽ, ഒരാവോ എന്നുള്ള ഗ്രീക്ക് ഭാഷയിലാണ് കാണുന്നത്. അത് കാഴ്ച തിരിച്ചറിവിലേക്ക് വളരുകയും വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഉറപ്പോടുകൂടി ധൈര്യത്തോടുകൂടി നിൽക്കുന്ന അവസ്ഥയുമാണ്. അത് രക്ഷയുടെ
അനുഭവമാണ്. യേശു ക്രിസ്തുവിനെ അടുത്തറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടു കൂടെ തങ്ങളെ സമർപ്പിക്കുന്ന അനുഭവമാണ്. പക്ഷേ മറിയ കല്ലറയ്ക്കൽ കണ്ടപ്പോൾ അവിടെ യേശു ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയുന്ന ബ്ലാപ്പോ അഥവാ ഗ്രീക്ക് ഭാഷ എന്ന് പറയുന്നത് പുറമേയുള്ള കാഴ്ച എന്നുള്ള അർത്ഥതലത്തിലാണ്. യേശു മറിയയെ പിന്നെ പേർച്ചൊല്ലി വിളിക്കുമ്പോൾ ഗുരു എന്ന റബോനി എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ വിശ്വാസത്തിൽ ആഴത്തിൽ ഉറയ്ക്കുന്നതിന് ഈ മറിയയ്ക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഈ വിശ്വാസത്തിന്റെ മങ്ങിയ കാഴ്ചകളെല്ലാം മാറ്റിക്കൊണ്ട് വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ച് യേശുക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് ദർശിക്കുന്നതിനും ജീവിതത്തിലെ പൂർണ്ണമായിട്ട് യേശുക്രിസ്തുവിനെ സമർപ്പിക്കുന്നതിനും സാക്ഷിയാകുന്നതിനും സാൽവേഷൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിനും ഈ പുനരുത്ഥാനത്തിന്റെ അനുഭവം നമ്മെ സഹായിക്കുന്നു. അങ്ങനെ ഉയർത്ത കർത്താവിനെ നാം യഥാർത്ഥമായി ദർശിക്കുമ്പോൾ നമുക്കും ആ മങ്ങിയ കാഴ്ചകളെ മാറ്റി ഉറപ്പോടുകൂടെയുള്ള കാഴ്ചപ്പാടിനാൽ ഗുരുവെന്നും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിലേക്കും രക്ഷയുടെ അനുഭവത്തിലേക്കും നമുക്ക് മാറുവാൻ സാധിക്കും. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ ഈസ്റ്റർ സ്തുതി നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാലാമതായി ട്രയംഫ് ഓവർ ഡെത്ത് എന്നുള്ളതാണ്. മരണത്തിന്മേലുള്ള ആധികാരികമായുള്ള വിജയധ്വനിയാണ് ഈസ്റ്റർ. മരണത്തിന്റെ മരണം എന്നാണ് ഈസ്റ്ററിനെ പറയുന്നത്. മരണത്തിന്റെ അതീതമായിട്ടുള്ള ഒരു നിത്യജീവന്റെ അനുഭവം നമുക്കുണ്ടെന്ന് വിളംബരം ചെയ്തുകൊണ്ടുള്ള ട്രയംഫ് ഓവർ ഡെത്ത് ആണ് ഈസ്റ്ററിന്റെ സന്ദേശം. 1 Corinthians 15:55 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരു വിജയാഘോഷത്തിന്റെ ഒരു പാഠമാണ്. ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന്റെ വിഷമുള്ളതിനെ തകർത്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അവിടെ ഉയർത്തി കാണിക്കുകയാണ് അപ്പോസ്തലൻ. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വേർതിരിക്കുന്ന മരണം എന്ന ആ ഒരു വലിയ കല്ല് എന്നേക്കുമായി മാറി ഒരു തുറന്ന കല്ലറയായ യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്ന് നമ്മോട് വിളിച്ചു പറയുന്നത്, ലോകത്തോട് വിളിച്ചു പറയുന്നത് തന്നെയാണ്. മരണത്തിനപ്പുറമായുള്ള ഒരു ജീവനുണ്ട്. മരണത്തിന് യേശു ക്രിസ്തുവിനെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുകയില്ല. യേശു ക്രിസ്തുവിൽ മരിക്കുന്നവരെ പിടിച്ചു നിർത്തുവാൻ ഒരിക്കലും മരണത്തിന് സാധ്യമല്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഒരു വിജയ പ്രഖ്യാപനമാണ് ഈ ഒരു ഈസ്റ്ററിന്റെ സുദിനം നമുക്ക് നൽകുന്നത്. അങ്ങനെ നമുക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കും ഈ ഒരു വിജയ പ്രഖ്യാപനത്തോടുകൂടി ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഈ ഈസ്റ്റർ സുദിനം നമ്മെ സഹായിക്കട്ടെ. അഞ്ചാമതായി എംപവറിംഗ് ദ ചർച്ച്, സഭയെ ശക്തീകരിക്കുന്നതിന്റെ ഒരു ആഘോഷമാണ് ഈ ഒരു ഈസ്റ്ററിന്റെ അനുഭവം എന്ന് പറയുന്നത്. യഹൂദന്മാരെ പേടിച്ച് മുറിക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന ആ ഒരു ശിഷ്യ സമൂഹത്തിന്റെ മധ്യത്തിൽ, ആ ഒരു ആദിമ സഭയുടെ മധ്യത്തിൽ യേശു ക്രിസ്തു കടന്നു വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു. ഉയർത്ത കർത്താവിന്റെ ആദ്യത്തെ ആ ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് സമാധാനം എന്നുള്ളത്. സമാധാനത്തിന്റെ സന്ദേശമാണ് ഈ ലോകത്തിലേക്ക് യേശു ക്രിസ്തു പകർന്നു നൽകിയത്. അസമാധാനത്തിന്റെ നടുവിൽ, പീഡനങ്ങളുടെ നടുവിൽ, നിരാശകളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ യേശു ക്രിസ്തു നിന്നുകൊണ്ട് അവരെടുത്ത് പറയുകയാണ്, ശിഷ്യന്മാരുടെ അടുത്ത് പറയുന്നു, അവരെ ധൈര്യപ്പെടുത്തുന്നു. ആ ശിഷ്യ സമൂഹത്തെ, ആദിമ സഭയെ ധൈര്യപ്പെടുത്തുന്നു. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ഇനിയും അധികമായിട്ട് ശക്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുണ്ട് എന്നുള്ള ആ ഒരു ദർശനം അവിടെ നൽകുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 4:33 പറയുന്നത്, അപ്പോസ്തലന്മാർ മഹാശക്തിയോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. തുടർന്ന് വളരെ ശക്തിയോടുകൂടി ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവനെ തന്നെ ബലി കഴിക്കുവാൻ സന്നദ്ധരായി നിൽക്കുന്ന അസാമാന്യ ധൈര്യശാലികളായ ശിഷ്യ സമൂഹത്തെയാണ് നമുക്ക് ആദിമ സഭയിൽ ഉടനീളം കാണുവാൻ സാധിക്കുന്നത്. പീഡനത്തിന്റെ മധ്യ തകർന്നു പോകാതെ ക്രിസ്തു സാക്ഷികളായി, രക്തസാക്ഷികളായി മാറിയ ഒരു ആദിമ സഭയെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് അതിന് കാരണം. പ്രിയമുള്ളവർ, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തിയാൽ നമുക്കും ഒരു സാക്ഷിയായി മാറുവാൻ, ക്രിസ്തു സാക്ഷികളായി മാറുവാൻ, രക്തസാക്ഷികളായി മാറുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. ആ ഒരു ആത്മീയ ശക്തി നമുക്ക് പ്രാപിച്ചുകൊണ്ട്, ഒരു ഈസ്റ്ററിന്റെ ശക്തി, പുനരുത്ഥാന ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസാനമായുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് റൈസ് ആൻഡ് ഷൈൻ എന്നുള്ളതാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക. ഒരു ഉത്തരവാദിത്വത്തോടുകൂടി ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യം കൂടെ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. പുനരുത്ഥാനം നമ്മെ പറയുന്നത് ജ്യോതിസുകളെ പോലെ ഈ ലോകത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കുവാനാണ്. ഉയർത്ത കർത്താവ് തന്റെ ശിഷ്യന്മാരെ കാണിച്ചുകൊണ്ട് പറഞ്ഞത് തകർക്കപ്പെട്ട മുറിവുകളാണ്. യേശുക്രിസ്തുവിന്റെ വിലാപ്പുറവും ആണികളും ആണിപ്പാടുള്ള കരങ്ങളുമാണ് അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞത് ഈ കഷ്ടതയുടെ മധ്യത്തിലുള്ള ദൈവിക സമാധാനമാണ്. തുടർന്നാണ് പറയുന്നത്, യേശുക്രിസ്തു നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുകയാണ്. കർത്താവ് നമ്മോട് സമാധാനത്തിന്റെ പ്രഭുവായി കൂടെ ഇരിക്കുന്നു. കഷ്ടതയുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത് യോഹന്നാൻ 20:21 പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. അതിനുശേഷം പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, ശിഷ്യരായി മാറുവാനുള്ള ഒരു ആഹ്വാനം കൂടി അവിടെ നൽകുകയാണ് യേശു ക്രിസ്തു. അത് അന്ധകാരമായ ഈ ലോകത്തിൽ ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തുവിന്റെ കിരണങ്ങൾ പ്രകാശിക്കുന്നത് പോലെ
ആ ലോകത്തിലെ പ്രകാശം പകർത്തുവാൻ, എഴുന്നേറ്റ് പ്രകാശിക്കുവാനുള്ള ആജ്ഞയാണ് ഓരോ ക്രിസ്ത്യാനിക്കും ഈസ്റ്റർ സുദിനത്തിൽ യേശു ക്രിസ്തു പകർന്നു നൽകുന്നത്. ആ ഒരു ദൗത്യത്തിന്റെ അനുഭവത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ, മറ്റുള്ളവരോട് ഈ ഒരു അനുഭവം, പ്രതിസന്ധികളുടെ അനുഭവത്തിൽ ദൈവം കൂടെ ഉണ്ട്, ദൈവം പ്രതിസന്ധികളെ മറികടക്കുവാൻ പുനരുത്ഥാന ശക്തിയാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവത്തിലാക്കി തീർക്കുവാൻ ദൈവം ശക്തനാണ് എന്ന് പ്രഘോഷിക്കുവാനുള്ള ഒരു ആത്മീയ ദൗത്യവും നമ്മുടെ മേൽ കിടക്കുകയാണ്. പ്രിയമുള്ള, ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒന്നാമത് പറഞ്ഞ ഈ എന്നുള്ള അക്ഷരമാണ് ഈസ്റ്ററിന്റെ എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ പകരുന്ന വിശ്വാസം. രണ്ടാമതായി പറയുന്നത് എ എന്നുള്ളതാണ്, അവേക്കനിങ് ഓഫ് ഹോപ്പ് എന്നുള്ളതാണ്, ഒരു പ്രത്യാശയുടെ ഉണർവ് നൽകുന്ന അനുഭവം എന്നുള്ളതാണ്. എസ് എന്ന് പറയുന്നത് സാൽവേഷൻ, രക്ഷയുടെ ഉറപ്പ് നൽകുന്ന അനുഭവം എന്നുള്ളതാണ്. ടി അവസാനം ട്രയംഫ് ഓവർ ഡെത്ത്, മരണത്തിന്മേലുള്ള വിജയത്തിന്റെ ആഘോഷമാണ് ഈസ്റ്റർ. ഈ എന്ന് പറയുന്നത് എംപവറിംഗ് ദ ചർച്ച്, ആ സഭയുടെ ശാക്തീകരണം, പ്രതിസന്ധികളിൽ നിൽക്കുന്നതിനുള്ള ആ പുനരുത്ഥാന ശക്തിയാലുള്ള ശാക്തീകരണം, അവസാനം ആ റൈസ് ആൻഡ് ഷൈൻ എന്നുള്ള എഴുന്നേറ്റ് പ്രകാശിക്കുക, ആ ഒരു ദൗത്യത്തോടു കൂടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകാനുള്ള ആഹ്വാനവും ഈ ഈസ്റ്ററിന്റെ സുദിനം നൽകുന്നു. ഈ ഒരു EASTR ഈസ്റ്ററിന്റെ ആ 6 ധ്യാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുള്ള ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രയാണത്തിൽ നമ്മെ എല്ലാവരെയും ശക്തി കഴിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ധന്യത നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ ഈസ്റ്റർ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.